കടുത്ത വേനലിന് ആശ്വാസമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ വേനൽ മഴയാണ് ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലും പെയ്തിറങ്ങിയത്. ഏലപ്പാറയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ഏലപ്പാറ ആറും നീരണിഞ്ഞു തുടങ്ങി. എന്നാൽ ആറ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ ജലം മലിനമാകുന്നതിന് കാരണമാവുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശക്തമായ വേനൽ മഴയാണ് ഏലപ്പാറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം നീരണിഞ്ഞു തുടങ്ങി. ഏലപ്പാറയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് ഏലപ്പാറ ആറ്. ശക്തമായ മഴ ലഭിച്ചതോടെ ഈ ആറും നീരണിഞ്ഞു തുടങ്ങി. എന്നാൽ ഈ ആറിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ നിക്ഷേപിച്ചിരിക്കുന്ന മാലിന്യങ്ങൾ ആറ്റിലെ ജലം മലീമസമാക്കുന്നതിന് കാരണമായിരിക്കുകയാണ്. ഏലപ്പാറ ആറിനെ ആശ്രയിച്ച നിരവധി കുടിവെള്ള പദ്ധതികളുണ്ട്. ഇതോടൊപ്പം ചെറിയ ചെക്ക് ഡാം അടക്കം നിർമ്മിച്ച വെള്ളം തടഞ്ഞു നിർത്തി ഉപയോഗിക്കുന്നവരുമുണ്ട്. ശക്തമായ വേനലിൽ ഈ ആറ്റിലെ വെള്ളം വറ്റിത്തുടങ്ങിയിരുന്നു. ആറിനെ ആശ്രയിച്ച് മുന്നോട്ട് പോയ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടും സൃഷ്ടിച്ചിരുന്നു. നിലവിൽ ആറ്റിൽ വെള്ളമൊഴുക്ക് തുടങ്ങിയതോടെ മലീമസമായ വെള്ളം കുടിക്കേണ്ട ഗതികേടിലാണ് ആളുകൾ. ഏലപ്പാറയിലെ ഈ ആറുകളെല്ലാം വറ്റി വരണ്ട് വളരെയേറെ ബുദ്ധിമുട്ടിരിക്കുന്ന ഒരു സമയത്താണ് 2-3 വേനൽ മഴ കിട്ടിയത്. ആ വേനൽ മഴ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതിനകത്ത് കുറച്ച് കുളിക്കാനും നനയ്ക്കാനും എല്ലാം ആൾക്കാർക്ക് കുറച്ച് സൗകര്യപ്രദമായിരുന്നു. പക്ഷേ ഈ ആറ്റിലെ മാലിന്യങ്ങൾ മുഴുവൻ കെട്ടി അത് മുഴുവൻ തടസ്സമായിട്ട് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള തടസ്സങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കാരണം ആൾക്കാർക്ക് കുളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ ആറ്റിലോട്ട് പോകാൻ മേലാത്ത കണ്ടീഷനാണ്. ഏലപ്പാറ ആറ്റിൽ ഉണ്ടാകുന്ന മാലിന്യ നിക്ഷേപത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നതാണ്. എന്നാൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ ഉണ്ടാകുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ആറ്റിലെ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.